ഹലോ വെൽക്കം ബാക്ക് ടു സംസ്കൃതി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുംബൈയിലെ സ്ട്രീറ്റുകളിലെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പാവ് ഭാജി. അപ്പോൾ നമുക്ക് പാവ് ഭാജി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു വലിയ ബീട്രൂട്ടും 2 ക്യാരറ്റും ഒരു അര കപ്പ് മട്ടറും, അതിന് പകരം നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ആയാലും മതി കേട്ടോ, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ഒരു സാധാരണ കുക്കറിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ 1 സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം പൊട്ടിക്കണം. എന്നിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ 2 ടീസ്പൂൺ പാവ് ഭാജി മസാല ആഡ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം മെയിൻ പാവ് ഭാജി ഉണ്ടാക്കുന്നതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ പാവ് ഭാജി മസാലയാണ്. അപ്പോൾ അത് നമ്മളിതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസമൊക്കെ എത്തിയാൽ മസാല ആണെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ നമുക്ക് കിട്ടും. അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. കാരണം നമ്മളത് വിസിലൊക്കെ അടുപ്പിച്ചിട്ട് വേവിക്കുന്ന കാരണം അതൊരു വിഷയമല്ല. എന്നിട്ട് നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കശ്മീരി ചില്ലി ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ കശ്മീരി ചില്ലി ആഡ് ചെയ്തതിന് പകരം നിങ്ങൾ നമ്മുടെ സാധാരണ മുളക് പൊടി ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കശ്മീരി ചില്ലി പിന്നെ ബീട്രൂട്ട് തന്നെ ചേർത്ത കാരണം നമുക്ക് വേറെ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറൽ നല്ലൊരു കളർ നമുക്ക് ഫുൾ നമ്മുടെ റെസിപ്പിക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടണം കേട്ടോ. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് 3 വിസിൽ വരുന്ന വരെയാണ്. 3 4 ആയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം ഇത്. അപ്പോൾ ഉടയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇത്തിരി ഒരു വിസിൽ കൂടുതൽ വന്നാലും കുഴപ്പമില്ല, അങ്ങനെ അത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് സവോളയും ക്യാപ്സിക്കവും തക്കാളിയുമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അതിനൊപ്പം അത് 1 കപ്പ് സവോളയായിട്ട് വരും. അപ്പോൾ 1 കപ്പ് തന്നെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നല്ല വിസ്താരമുള്ള ഒരു പാൻ എടുത്താലാണ് നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യം ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ ഇടുമ്പോൾ നമ്മൾ ഈ ഓയിലൊന്ന് കരിഞ്ഞ പോലെ ഒന്ന് വരാൻ നല്ല ഫ്ലേവർ കിട്ടും. അത് എന്നിട്ട് അതിൽ ക്യാപ്സിക്കവും സവോള ഇടുക. എത്ര ചെറുതാക്കി അരിയാമോ അത്രയും ചെറുതാക്കി അരിയുക. അപ്പോൾ നന്നായി, കാരണം നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടേണ്ടതല്ലേ. അപ്പോൾ ഇതിൻ്റെ മൊത്തം മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാപ്സിക്കും സവോളയും തന്നെയാണ്. പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ സാധാരണ സവോള എല്ലാം വരുമ്പോൾ ബ്രൗൺ കളറാണെന്ന് പറയും, അതേപോലെ ഒന്നും ആവണ്ട. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണം, അത്രയേ ഉള്ളൂ. അത്രയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അടയുക. ഇതും ചെറുതാക്കി അരിയുക. ഇപ്പോൾ ഈ തക്കാളി ഇവിടെ അല്ലാണ്ട് നിങ്ങൾക്ക് നമ്മുടെ മറ്റുള്ള വെജിറ്റബിൾസ് വേവിച്ച സമയത്ത് കുറച്ച് അതേ ഷേപ്പിൽ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് അപ്പോൾ വേവിച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ പാവ് ഭാജി മസാലയും 1 സ്പൂൺ കശ്മീരി ചില്ലിയും കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഈ സവോളയിലും ക്യാപ്സിക്കത്തിലും തക്കാളിയിലെല്ലാം മസാല പിടിക്കണം. ആ പരുവത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് മല്ലിയില ചേർക്കുക. കുറച്ച് അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര കഷ്ണം ചെറുനാരങ്ങ പിഴിയുക. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചേർത്താൽ ഒരു വേറെ ഫ്ലേവറാണ്. അപ്പോൾ ഇതിലൊരു അര കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കുക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ കുക്ക് ചെയ്ത് തിള വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് ഉടയ്ക്കണം. ഇവിടെ ഇപ്പോൾ എനിക്ക് ഉടയ്ക്കണ ഒരു സ്റ്റിക്ക് ഉണ്ട്. നമ്മുടെ സാധാരണ സ്പൂണോ കയ്യിലോ എന്ത് വെച്ചിട്ട് ഉടച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് വെള്ളം പോലെ തോന്നും, പക്ഷെ ഇത് ഉടഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് പാകത്തിനുള്ള തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരുപാട് ലൂസും ആവാൻ പാടില്ല, ഒരുപാട് തിക്കും ആവാൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഈ പാവെല്ലാം കൂട്ടി കഴിക്കാവുന്നൊരു പാകത്തിന്. എന്നിട്ട് നന്നായിട്ട് ഇത് ഉടച്ചിട്ട്, കാരണം നമ്മുടെ ഈ മസാലയും ഈ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ജെല്ലാവണം. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. അതെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വറ്റിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കാരണം ഇത് ഉടഞ്ഞു വരുമ്പോൾ തന്നെ ആ ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ടാവും. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്തിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമില്ല. ബട്ടർ ജസ്റ്റ് ഒരു മിഡിലായിട്ട് ബട്ടർ ഇട്ടിട്ട് അത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാവ് ഭാജിയിലെ ഭാജി റെഡി.
ഇനി നമ്മുടെ അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാവ് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. സാധാരണ ഇനി എളുപ്പത്തിന് നമുക്കിപ്പം നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ബട്ടർ പുരട്ടിയിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്താലും മതി. പക്ഷേ ഞാനിവിടെ സ്ട്രീറ്റ് സ്റ്റൈൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രീറ്റ് നമ്മൾ കണ്ടിട്ടില്ലേ, ബാജി ഉണ്ടാക്കിയ അതേ ചട്ടിയിൽ തന്നെയാണ് ഇത് പാവും ചൂടാക്കി തരിക. അപ്പോൾ അതേപോലെ കിട്ടാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ബട്ടറിൽ കുറച്ച് മല്ലിയിലും നമ്മൾ ഉണ്ടാക്കി വെച്ച ബാജിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാവ് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പാവിന് ശരിക്കും ആ സ്ട്രീറ്റ് സ്റ്റൈൽ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, ജസ്റ്റ് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഇത് അത്രയും ടേസ്റ്റിയാണ്. എന്നിട്ട് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റുക. അപ്പോൾ കുറച്ചൊരു സവോളയും കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം നാരങ്ങയെല്ലാം വെച്ചിട്ട് സെർവ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ബാജിയിൽ കുറച്ച് പച്ച സവോളയും നാരങ്ങയെല്ലാം പിഴിഞ്ഞിട്ട് പാവ് കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരും സേഫായിട്ട് ഇരിക്കൂ. എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ബൈ.